ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ചില സ്ഥലങ്ങളിൽ മാത്രം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു, ഉണർവുകൾ സംഭവിക്കുന്നു, ദൈവമഹത്വം വെളിപ്പെടുന്നു. ചില സ്ഥലങ്ങൾ മരുഭൂമി പോലെ ഡ്രൈ ആയി കിടക്കുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി ഉപവസിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. എന്നാൽ ഒരു ഉണർവ് സംഭവിക്കണമെങ്കിൽ, ഒരു ദൈവപ്രവൃത്തി സംഭവിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള താക്കോൽ എന്ന് പറയുന്നത് മാനസാന്തരം. നമുക്കെല്ലാവർക്കും അറിയാം. ഈ മാനസാന്തരം സംഭവിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരണം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് പറ്റും. ക്ഷമിക്കാനും പൊറുക്കാനും പറ്റിക്കഴിഞ്ഞാൽ ഒരു മനസ്സും ഒരുമനപ്പെട്ടുള്ള ജീവിതവും നമ്മുടെ ഇടയിൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഒരുമനപ്പെട്ട് ഒരു മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ അത് ഉണർവിലേക്ക് നമ്മെ നയിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതെന്ന് മനസ്സിലായില്ലേ? ആദ്യം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരണം. ക്രിസ്തു ഉള്ളിൽ വന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ മേൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ക്രിസ്തുവിൻ്റെ സ്നേഹം വ്യാപരിച്ച് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളിൽ ക്ഷമിക്കാനും പൊറുക്കാനുള്ള മനസ്സുണ്ടായിരിക്കും. ക്ഷമിക്കാനും പൊറുക്കാനും മനസ്സുണ്ടെങ്കിൽ അത് നമ്മെ ഒരു മനസ്സിലേക്ക്, ഒരുമനപ്പെട്ടുള്ളൊരു ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കും. ആ ഒരുമനപ്പെട്ടുള്ള ജീവിതം നമ്മെ ഉണർവിലേക്ക് എത്തിക്കും. ഒരുക്കി കാത്തിരിക്കുന്ന യാഗപീഠത്തിലല്ലാതെ തീ ഇറങ്ങത്തില്ല. ഒരുക്കി കാത്തിരിക്കാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. സ്നേഹം, ക്ഷമ, ഒരുമനപ്പെടുക, ഇതെല്ലാം ഒരുക്കി കാത്തിരിക്കുമ്പോൾ നമ്മിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. നാം ഉണർവായി മാറും. ദൈവം നമ്മെ സഹായിക്കട്ടെ.